ചേട്ടാ, നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു IB ഉദ്യോഗസ്ഥ മരിച്ച വിവരമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. മേഘ 24-കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി പലരും ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ഒരു 25 വയസ്സിന്റെ ഉള്ളിൽ ഒരു ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ആയിട്ട് നല്ലൊരു ജോലിയൊക്കെ സമ്പാദിക്കണം എന്നുള്ളത്. അത് മേഘയ്ക്ക് 24-ാമത്തെ വയസ്സിൽ തന്നെ കിട്ടി. IB ഉദ്യോഗസ്ഥയായിട്ട് ജോലിക്ക് കയറിയ മേഘ പക്ഷേ ഏതോ ഒരു സന്ദർഭത്തിൽ തന്റെ ജീവിതം ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ജീവിതം മടുത്തു എന്ന രീതിയിലേക്ക് സ്വന്തമായി ആത്മഹത്യ തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ ആ ഒരു പെൺകുട്ടിയുടെ മരണത്തിൽ പല രീതിയിലുള്ള ദുരൂഹതകൾ, അല്ലെങ്കിൽ പലരും പല അഭിപ്രായങ്ങളും പല രീതിയിലുള്ള പരാമർശങ്ങളും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ സ്വന്തം അച്ഛൻ തന്നെ പ്രതികരിക്കുകയുണ്ടായി. മകൾക്ക് ഇതൊക്കെയാണ് സംഭവിച്ചത് എന്ന രീതിയിലേക്ക് പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ 24-കാരിയായിട്ടുള്ള ഒരു മേഘ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തുകൊണ്ടായിരിക്കാം ഇത്ര നല്ലൊരു ജോലിയും അല്ലെങ്കിൽ താൻ സ്വപ്നം കാണുന്ന രീതിയിലേക്ക് പലതും കിട്ടിയിട്ടും പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഇനി ജീവിക്കണ്ട എന്ന രീതിയിൽ ജീവിതം അവസാനിപ്പിച്ചത്? മേഘ എന്ന് പറയുന്ന പെൺകുട്ടി അവളുടെ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ അവളുടെ വിദ്യാഭ്യാസ കാലത്തൊക്കെ ഒരു പോരാട്ടം നടത്തിയിട്ടായിരിക്കുമല്ലോ IBയിലൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടാവും. അവളുടെ സ്വപ്നം അവൾ സാക്ഷാത്കരിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെയൊക്കെ വന്ന ഒരു പെൺകുട്ടിക്ക് തൻ്റെ ജീവിതം പിച്ച വെച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു എന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഇതിലൂടെ കാണേണ്ടത്. യഥാർത്ഥത്തിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുമ്പോഴാണ് നമ്മൾ എത്രത്തോളം അതിൽ അല്ലെങ്കിൽ സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ എത്രത്തോളം ഗൗരവത്തോടെ എടുക്കണം മനസ്സിലാവുന്നത്. ഒരു IBയിലെ ഉദ്യോഗസ്ഥയ്ക്ക് എത്രത്തോളം അവർ വിജിലന്റ് ആയിരിക്കണം. പല കാര്യങ്ങളിലും വിജിലന്റ് ആയിരിക്കണം. അവർക്ക് അതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും അവർ പരിചയപ്പെടുന്ന ആളുകളോട് പോലും അവർ വെക്കേണ്ട പരിമിതികളെ പറ്റി, ലിമിറ്റേഷനെ പറ്റി കൃത്യമായി ബോധവൽക്കരണം കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ക്ലാസ് അവയർനെസ് കിട്ടിയിട്ടുള്ള ആളാണ് ഈ പറയുന്ന മേഘയും അതുപോലെ തന്നെ മറ്റ് IB ഉദ്യോഗസ്ഥരെല്ലാം തന്നെ. പക്ഷെ ഇവിടെ മേഘയ്ക്ക് പരിചയമുള്ളത്, അതായത് IBയിൽ തന്നെയുള്ള സുഖാന്ത് സുരേഷ് എന്ന് പറയുന്ന വേറൊരു സുഹൃത്തുമായി ബന്ധപ്പെട്ട് ആണ് മേഘയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് വരികയാണ്. ആ റിലേഷൻഷിപ്പ് വളരെ ആത്മാർത്ഥമായിട്ടുള്ളതാണ് എന്ന് മേഘ തെറ്റിദ്ധരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തെറ്റിദ്ധാരണയിലൂടെയാണ് കാര്യങ്ങൾ വരുന്നത്. ഈവൻ ഈ പറയുന്ന സുഖാന്ത് സുരേഷ് വളരെയധികം മേഘയുടെ റിലേഷൻഷിപ്പിനെ തനിക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിച്ചു എന്നതിലുപരിയായിട്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മേഘയിലൂടെ നേടിയെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥ എന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സമ്പാദ്യം ഉണ്ടായിരിക്കാം, കാരണം നല്ലൊരു സാലറി കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ അപ്പുറത്തേക്കും പക്ഷെ മേഘയുടെ കാര്യം എടുത്തിട്ടുണ്ട് എങ്കിൽ മേഘയുടെ ഒരു ശമ്പളം പോലും കൃത്യമായി തനിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. എല്ലാ ശമ്പളവും കിട്ടിയിരിക്കുന്ന സാലറി മുഴുവനും അയച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഒരു ലവറിന് വേണ്ടിയിട്ടാണ് എന്ന രീതിയിലാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ കിട്ടുന്നത്. എന്നിട്ട് സഹപ്രവർത്തകരാണെങ്കിലും പറയുന്നുണ്ട് പലപ്പോഴും മേഘ പട്ടിണി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന്, കാരണം കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ അവർ ചോദിക്കുമ്പോൾ പറയുന്നത് വീട്ടുകാർക്ക് അല്ലെങ്കിൽ സാലറി മുഴുവൻ അവർക്ക് അയച്ചു കൊടുത്തു എന്നതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള ഒരു ടോക്സിക് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും പലരും പറയുന്നത്, അല്ലെങ്കിൽ മേഘയെ വിമർശിക്കുന്ന ഒരു കാര്യമാണ്, ഇത്രത്തോളം വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ നിന്നു പോയതെന്ന്. അല്ല, അവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, എത്രത്തോളം മേഘ അയാളെ സ്നേഹിച്ചു എന്നതിന്റെ ഒരു തെളിവല്ലേ അത്. തന്റെ കയ്യിലുള്ള പണം മുഴുവൻ എടുത്തു കൊടുത്ത് താൻ പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടി പോയിട്ടുണ്ടെങ്കിൽ അയാളെ എത്രമാത്രം ആ കുട്ടി സ്നേഹിച്ചിരുന്നു എന്നും അയാൾ തന്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ള ആളാണ് എന്ന് മേഘ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുമാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ പറയുന്ന സുഖാന്ത് സുരേഷ് എന്ന് പറയുന്ന ഒളിവിലുണ്ടായിരുന്ന ഈ മഹാൻ ഇത് മനസ്സിലാക്കിയിട്ടാണോ എന്തോന്ന് എനിക്കറിയില്ല. ആ കുട്ടിയോട് ചെയ്തത് മഹാക്രൂരതയാണ്. കാരണം ആ കുട്ടിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ള അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, മേഘയുടെ അച്ഛൻ പറയുന്നത് ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം ബാങ്ക് അക്കൗണ്ടിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ആ കുട്ടിയെ കൊണ്ട് എന്ന് വെച്ചാൽ, അതായത് IB ഉദ്യോഗസ്ഥയ്ക്ക് ആദ്യം പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല ഒരു തുക ശമ്പളമായിട്ട് കിട്ടുന്ന ആളാണ്. ആ തരത്തിൽ ഇതുവരെ ജോലി ചെയ്തതിൽ നിന്ന് കിട്ടേണ്ട സാലറികൾ കാര്യമായിട്ടൊന്നും കുടുംബവും ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം കുടുംബത്തിന് അത്ര വലിയ പ്രശ്നമൊന്നുമുള്ള കുടുംബമല്ല. അതുകൊണ്ട് തന്നെ കൊടുത്തിട്ടില്ല എന്നല്ല, ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഒക്കെ കൊടുക്കുന്ന കാര്യങ്ങളെ ഉണ്ടായിരിക്കുള്ളൂ. ബാക്കി പണം എന്ന് പറയുന്നത് ഈ പറയുന്ന മേഘയുടെ ജീവിതത്തിനും അവളുടെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കുട്ടിക്ക് മാനസികമായിട്ട് തീരെ യോജിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അന്ന് മേഘ ജോലി കഴിഞ്ഞതിന് ശേഷം ആ തിരുവനന്തപുരത്തെ റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോകുന്ന സമയത്ത് മേഘയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. ഫോൺ വിളിച്ചുകൊണ്ടാണ് മേഘ റെയിൽവേ ട്രാക്കിലൂടെ നടന്നത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ വിളിച്ച് നടന്ന് പെട്ടെന്ന് ട്രെയിൻ വരുന്ന സമയത്ത് ഈ ഫോൺ വിളിയുടെ പകുതി എത്തി നിൽക്കുന്നത്, അതായത് ഫോൺ വിളിച്ചുകൊണ്ടേ ഇരുന്ന മേഘ പൊട്ടുന്നനെ ട്രാക്കിന് കുറുകെ കയറി കിടക്കുകയാണ് ചെയ്യുന്നത്.
അതായത് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോയി നിന്ന് ഒരുങ്ങി വണ്ടി വന്നതിന് അപ്പം മുമ്പ് കയറി ചാടിയതൊന്നുമല്ല. ഫോൺ വിളിച്ചുകൊണ്ടിരിക്കെ ആ കുട്ടി പെട്ടെന്ന് പാളത്തിന് കുറുകെ കിടക്കുകയും ചിന്ന ഭിന്നമായി പോവുകയായിരുന്നു. അപ്പോൾ ഈ മറുതലക്കിലുള്ള ഫോണിൽ ഉണ്ടായിരുന്നത് ഈ മനുഷ്യനാണ് എന്ന് ഫോണിന്റെ കോൾ പരിശോധിച്ചപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു പറഞ്ഞത്? ഇത്രയ്ക്ക് പ്രകോപനപരമായ കാര്യം എന്താണ് പറഞ്ഞത്? അതായത് ആ ഫോൺ വിളിയിലൂടെ തന്നെ ആ റെയിൽവേ പാളത്തിൽ കയറി ആ കുട്ടി കിടക്കണമെങ്കിൽ എത്രമാത്രം ഇയാൾ പ്രകോപിപ്പിച്ചിട്ടുണ്ടായിരിക്കും. പണത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും മേഘ ഒരു പണത്തിന്റെ ഒരു ബുദ്ധിമുട്ടിന്റെ പുറത്തായിരിക്കില്ല ആത്മഹത്യ ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം പണം എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോബാണ്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ താൻ സമ്പാദിച്ച പണം മുഴുവൻ ഒരാൾക്ക് വേണ്ടി ചെലവാക്കിയത് ഉള്ളതുകൊണ്ട് ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. അത് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ വരുന്നില്ല. പക്ഷെ പണത്തെക്കാളൊക്കെ എത്രയോ വലുത് ചില സംഭവങ്ങൾ മേഘയെ അലട്ടിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അയാളുടെ പെരുമാറ്റം, അയാൾ പിന്നീട് തന്നിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളൊരു ചിന്ത മേഘയെ വളരെ ലഘുവായി പറയുന്ന ഒരു കാര്യമുണ്ട്. കുട്ടിക്ക് നിന്റെ മാതാപിതാക്കളെ പറ്റി ചിന്തിച്ചുകൂടായിരുന്നു? എന്തിനാണ് ഒരാള് അവഗണിച്ചു? അല്ലെങ്കിൽ ആദ്യം വന്നൊരു വാർത്ത എന്ന് പറയുന്നത് വിവാഹത്തിൽ നിന്നും പിന്മാറി, പിന്നീട് ഈ കുട്ടിയോട് ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ അങ്ങനെ. കാരണം അത്രയും നാളും വളരെ ക്ലോസ്ഡ് ആയിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന രീതിയിൽ വിശ്വസിപ്പിച്ച് കബളിപ്പിച്ച് നിന്ന ഒരാള് പെട്ടെന്ന് ആ കുട്ടിയിൽ നിന്നും പിരിഞ്ഞതിന്റെ ഒരു ആഘാതം മൂലമാണ് കുട്ടി മരിച്ചതെന്ന് പറയുമ്പോൾ ഒക്കെ പലരും ലഘുവായി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ പിന്നെ പോയവര് പോട്ടെ, അല്ലെങ്കിൽ പിന്നീട് മാതാപിതാക്കളെ ആലോചിച്ചുകൂടായിരുന്നു എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ആ ഒരു ജോലിയും പദവിയും അതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് പലരും ആ ഒരു രീതിയിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. പക്ഷെ ആ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അളക്കാൻ പറ്റത്തില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഒറ്റ മൊമെന്റ് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ നിന്ന് ചിലപ്പോൾ പിന്മാറിയാനെ. തീർച്ചയായിട്ടും. അതായത് നമ്മൾ വേറൊരു കാര്യമല്ല, നമ്മൾ മനുഷ്യനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് മനുഷ്യന് മറ്റു മൃഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആശ്രയ ജീവിതമാണ് മനുഷ്യന് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും ഒരാളെ ആശ്രയിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഒരു. അത് ഞാൻ പറയുന്നത് ഒരു പെൺകുട്ടി പുരുഷരാസം അങ്ങനെയല്ല. ബേസിക്കലി എന്താണ്, നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ അമ്മ സ്നേഹിച്ചു, അമ്മയുടെ കൈ പിടിച്ച് അമ്മയുടെ അമ്മയോട് അടുത്ത് നിൽക്കുന്ന ഒരു ബാല്യമായിരിക്കും ഉണ്ടാവുക. പിന്നീട് അച്ഛൻ്റെ കൂടെ നടക്കുന്ന ഒരു ബാല്യം, സഹോദരന്റെ കൂടെ നടക്കുന്ന ഒരു ബാല്യം, അത് സ്ത്രീ ഓർ പുരുഷൻ ആരോ ആവട്ടെ. അത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് നമുക്ക് ആശ്രയം എന്ന് പറയുന്നത് സുഹൃത്തുക്കളാണ്. ഒരു സുഹൃത്തും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസരം എന്ന് പറയുന്നത് ഭൂരിഭാഗം മനുഷ്യനെയും ഭയങ്കര ടോക്സിസിറ്റിയിലേക്ക്, ഭയങ്കരമായിട്ടുള്ള ഈ പറയുന്ന ട്രോമയിലേക്ക്, ഡിപ്രഷനിലേക്കൊക്കെ കൊണ്ടുപോകും എന്നുള്ളത് കൃത്യമായ പഠനമാണ്. അപ്പൊ അത് ഉണ്ടാവാറുണ്ട്. ഈ ഫ്രണ്ട്ഷിപ്പും കഴിഞ്ഞിട്ട് ഹാർഡ് കോർ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് പിന്നീട് കൊണ്ടുപോകാൻ പറ്റുന്ന എന്താണെന്ന് അറിയാമോ? അതാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ മൊത്തം, അതായത് നമ്മൾ ജീവിക്കേണ്ട ഒരു ജീവിതത്തിൽ തീർത്തും ഒരാളോടൊപ്പം നിൽക്കുകയും അയാളോടൊപ്പം ചേർന്ന് നിന്ന് അയാളോടൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഒരു പ്രത്യേകത. അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾക്കെല്ലാം ആണ് എന്ന് കരുതുന്ന ഒരാൾ ഭക്ഷണം പോലും അയാൾക്ക് വേണ്ടി ഉപേക്ഷിച്ച് തൻ്റെ പണം, ഞാൻ ഭക്ഷണം കഴിക്കാൻ വെച്ച പൈസ പോലും ഞാൻ ആതിരയ്ക്ക് തരികയാണെങ്കിൽ ഞാൻ എത്രമാത്രം ആതിരയെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ സൂചനയല്ലേ അത്? അതുപോലെ തന്നെയാണ് ഇവിടെ മേഘ ഈ പറയുന്ന സുഗാന്തിന് ഈ പൈസ കൊടുത്തത്. എന്നിട്ട് അതെല്ലാത്തിനും അപ്പുറത്തേക്ക് ഈ പറയുന്ന സുഗാന്ത് ഈ കുട്ടിയോട് എന്തോ ഒരു നമ്മൾ വിചാരിക്കാത്തതിനപ്പുറമുള്ള എന്തോ ഒരു കാര്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടി ഒരു IB ഉദ്യോഗസ്ഥ, ഒരു മികച്ച രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറേണ്ടിയിരുന്ന ആ പെൺകുട്ടി ജീവൻ കളഞ്ഞത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അച്ഛൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ജാമ്യത്തിൽ വിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. IBക്ക് പ്രത്യേക സംവിധാനങ്ങളൊക്കെയാണ് ഉള്ളത്, നമ്മുടെ പോലീസിന്റെ ഇടപെടലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇത് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ഗൗരവകരമായ നടപടി എടുക്കണം എന്നുള്ളത് തന്നെയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവനാണ്. ഈ രീതിയിൽ ആരും റിലേഷൻഷിപ്പിനെ തമാശയായി കണ്ട് മുന്നോട്ട് പോവുകയല്ല വേണ്ടത്. ഇതൊക്കെ ജീവൻ വെച്ചുള്ള കളിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അത്രമാത്രം ഒരു മനുഷ്യനോട് കാണിക്കേണ്ട കാരുണ്യം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അത്രമാത്രം മതി.